ഇന്നലെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കാസർഗോഡ് ജില്ലയിൽ കുമ്പള സബ് ജില്ലയിൽ ഉൾപ്പെടുന്ന ശ്രീ ഗുരുപ്രസാദ് എന്ന ഒരു അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സസ്പെൻഷന് പറയുന്ന കാരണം അദ്ദേഹം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സ്കൂൾ കുട്ടികൾക്കായി കാസർഗോഡ് കുമ്പള സബ് ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരം നടത്താൻ വേണ്ടി ചോദ്യങ്ങൾ തയ്യാറാക്കിയ കൂട്ടത്തിൽ ഏറ്റവും കാലം ജയിൽ ശിക്ഷ അനുഭവിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര് എന്നൊരു ചോദ്യം ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം നിശ്ചയമായും സ്വാതന്ത്ര്യ വീര വിനായക ദാമോദര സവർക്കർ എന്നുള്ളതാണ്. ഈ ചോദ്യം പുറത്തു വന്ന സന്ദർഭത്തിൽ കേരളത്തിൽ ആസൂത്രിതമായ വിവാദം ഉയരുകയുണ്ടായി. ആസൂത്രിതമായ വിവാദം എന്ന് പറയാൻ കാരണം വീര സവർക്കറെ കുറിച്ച് അദ്ദേഹത്തിന്റെ സംഭാവനകൾ മുഴുവൻ തിരസ്കരിച്ചുകൊണ്ട്, സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം നടത്തിയ ധീരമായ പോരാട്ടത്തെ തമസ്കരിച്ചുകൊണ്ട്, നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ബ്രിട്ടീഷ് വൈദേശികതയോട് സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിച്ച് സായുധ സമരം പോലും നടത്താനുള്ള ആസൂത്രണത്തോടുകൂടി, ആലോചനയോടുകൂടി നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളാണ് വീര സവർക്കർ. പക്ഷെ അദ്ദേഹത്തെ ഒരു മോശക്കാരനായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ആഖ്യാനം കേരളത്തിൽ സംഘടിതമായി നടക്കുന്നുണ്ട്. ആ സംഘടിതമായ പരിശ്രമത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് ഈ ചോദ്യപേപ്പറിൽ വീര സവർക്കറെ കുറിച്ചുള്ള ചോദ്യം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്ന തരത്തിലുള്ള ആഖ്യാനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. അതിന്റെ സമ്മർദ്ദത്തിലാണോ എന്നറിയില്ല, കേരള ഗവൺമെന്റ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഈ അധ്യാപകനെ, ഗുരുപ്രസാദ് എന്ന് പറയുന്ന അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഗുരുപ്രസാദ് എന്ന അദ്ദേഹം ചെയ്ത കാര്യം, അവിടെയുള്ള സാമൂഹ്യശാസ്ത്ര ക്ലബിലെ നടത്തിപ്പുകാരനാണ് അദ്ദേഹം. സാമൂഹ്യശാസ്ത്ര ക്ലബാണ് ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നത്. ക്വിസ് മത്സരത്തിൽ വന്ന ഈ ചോദ്യം സാധാരണ നിലക്കുള്ള ജനറൽ ക്വസ്റ്റ്യൻ മാത്രം അതല്ല, ടൈ ബ്രേക്കറിന് വേണ്ടി തയ്യാറാക്കിയ 5 ചോദ്യങ്ങളിൽ ഒന്നാണ്. ഇദ്ദേഹത്തിന് അർപ്പിതമായ കർത്തവ്യം ചോദ്യം തയ്യാറാക്കുക എന്നത് മാത്രമായിരുന്നു. അദ്ദേഹം അത് തയ്യാറാക്കുന്നു, എയ്യോവിന് സമർപ്പിക്കുന്നു. എയ്യോവിന്റെ വെരിഫിക്കേഷന് ശേഷമാണ് ഈ ചോദ്യം അംഗീകരിച്ച് അച്ചടിച്ച് കുട്ടികൾക്ക് നൽകുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ചോദ്യം വലിയ അപകടമാണ് എങ്കിൽ യഥാർത്ഥ കുറ്റക്കാരൻ എയ്യോ ആണ്. പക്ഷെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അധ്യാപകനെയാണ്, ചോദ്യം തയ്യാറാക്കിയ അധ്യാപകനെയാണ്. സാങ്കേതികമാണ് ആ കാര്യങ്ങൾ. പക്ഷെ ഇതിലെ പ്രധാന പ്രശ്നം ഞാൻ സൂചിപ്പിച്ചത് തന്നെയാണ്. കേരളത്തിൽ സ്വാതന്ത്ര്യ സമരത്തെ ഇകഴ്ത്താനുള്ള, അല്ലെങ്കിൽ ദേശീയമായ ഉണർവിനെ മുഴുവൻ തമസ്കരിക്കാൻ വേണ്ടിയുള്ള സംഘടിതമായ പരിശ്രമം നടത്തുന്ന ചില നിഗൂഢ ശക്തികൾ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് കേരളത്തെ എത്തിച്ചിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു വിഷയം. ഏതായാലും ഈ ഒരു വിഷയം ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എന്തുകൊണ്ടാണ് വീര സവർക്കറെ പോലെ 50 വർഷത്തോളം ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കപ്പെട്ട് ആൻഡമാൻ നിക്കോബാർ ജയിലിൽ, സെല്ലുലാർ ജയിലിൽ കഴിഞ്ഞ ധീരനായ വിപ്ലവകാരിയാണ് വീര സവർക്കർ. അദ്ദേഹത്തെ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയ്ക്ക് ആധുനിക ഭാരതത്തിൽ, സ്വാതന്ത്ര്യാനന്തരം ഭാരതത്തിൽ ജീവിച്ചിരുന്ന ദേശീയ നേതാക്കന്മാർ, ശ്രീമതി ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ അംഗീകരിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഇന്ദിരാഗാന്ധിയുടെ സ്വന്തക്കാരാണ് ഇന്ന് കേരളത്തിന്റെ ഭരണം നിയന്ത്രിക്കുന്ന ആളുകൾ എന്നാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ദിരാഗാന്ധി വീര സവർക്കറുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റാമ്പ്, തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അതുപോലെ പാർലമെന്റ് മന്ദിരത്തിനുള്ളിൽ വീര സവർക്കറുടെ ഛായാചിത്രം അത് ഇപ്പോഴും അവിടെയുണ്ട്. ഈ നിലയ്ക്ക് EMS ഉൾപ്പെടെയുള്ള ആളുകൾ, സോഷ്യലിസ്റ്റ് പാർട്ടിയെ നയിച്ചിരുന്ന ആളുകൾ, ഇവരെല്ലാവരും അംഗീകരിച്ച മഹാനായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് വീര സവർക്കർ. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇന്ന് ഭരണം നടത്തുന്ന UDF ഗവൺമെന്റ് സവർക്കറെ തമസ്കരിക്കാനുള്ള മനഃപൂർവ്വമായ സമ്മർദ്ദത്തിന് വഴങ്ങി ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ദേശവ്യാപകമായ മാനം ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും രാജ്യസഭയിൽ അത് ഉന്നയിക്കാനുള്ള ഒരു പരിശ്രമം എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ, ആഭ്യന്തരമന്ത്രിയെ ഈ വിഷയങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ആലോചനയും നടക്കുന്നുണ്ട്.